ഒന്ന് ഹൗ ടു ക്രാക്ക് IIT ജാം 2026 ഫിസിക്സ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് IIT ജാം ക്രാക്ക് ചെയ്യുക? അപ്പൊ എന്താണ് IIT ജാം അല്ലെങ്കിൽ ജാം എന്ന് പറഞ്ഞ എൻട്രൻസ് എക്സാമിനേഷൻ എന്താണ്? ജാം മീൻസ് ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ MSc മാസ്റ്റേഴ്സിനുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് IIT ജാം. IIT-കളിലേക്കും അതുപോലെ തന്നെ NIT-കൾ, അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിനേക്കാൾ മേലെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, ദാറ്റ് ഈസ് IISc. IISc-യിലേക്കും ഏറ്റവും ടോപ്പ് റാങ്ക് വരുന്ന ആൾക്കാർ ചൂസ് ചെയ്യുന്നത് IISc ആണ്. കാരണം റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറയുന്ന മേഖലയിലെ ഏറ്റവും ഉന്നതിയിൽ എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ ചൂസ് ചെയ്യുന്നത് IISc ആയിരിക്കും. സോ IISc, IITs, അതുപോലെ തന്നെ NITസിലേക്കൊക്കെ ഉള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് IIT ജാം. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഓഡിബിൾ അല്ല? ഒന്ന് പറഞ്ഞേ, ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിടാൻ പറ്റുമോ? ഓഡിബിൾ അല്ലേ? കറക്റ്റ് എനിക്ക് ഓക്കെ, ഓഡിബിൾ ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യം ഇവിടെ സിലബസ് ഡിസ്കഷൻ, പിന്നെ നമ്മുടെ BSc നമ്മളെ ഡിഗ്രി ടോപ്പിക് വേഴ്സസ് IIT ജാം, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ്, വെയിറ്റേജ്, ഓരോ ടോപ്പിക്കിനും എത്രത്തോളം വെയിറ്റേജ് ഉണ്ട്, എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, പിന്നെ കുറച്ച് അതർ കാര്യങ്ങൾ, കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് നമ്മൾ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് ആ എക്സാം, അതിന്റെ സിലബസിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ എക്സാം എങ്ങനെയാ എന്നതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ആ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ എപ്പോഴും ഞാനിപ്പോ ഉദാഹരണമായിട്ട് ഒരു സ്പെസിഫിക് ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഏരിയ എന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക. ആ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ആയിരിക്കും പിന്നീട് പിന്നീട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെ കാണാറുണ്ട്. എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. ഉദാഹരണമായിട്ട് റിലേറ്റിവിറ്റി എടുത്തു കഴിഞ്ഞാൽ റിലേറ്റിവിറ്റിയും പാർട്ടിക്കിൾ ഫിസിക്സ് കൂടി കമ്പൈൻ ചെയ്തിട്ട് എപ്പോഴും എക്സാമിന് ചോദ്യം വരാറുണ്ട്. ആ ഒരു സ്പെസിഫിക് ആ ഒരു സ്പെസിഫിക് ചോദ്യം ചെയ്ത ആൾക്കാർക്ക് പിന്നീട് അതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മള് എപ്പോഴും എന്തായിരിക്കണം, സ്പെസിഫിക് ടോപ്പിക് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു പോകണം. എന്ന് വെച്ചാൽ ടോപ്പിക് ഓറിയന്റഡ് ആയിട്ട് പഠിക്കും വേണം. ആ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാം എന്നതിനെ കുറിച്ച് ധാരണ വേണം. നമ്മളിപ്പോ നിങ്ങളിപ്പോ നമ്മുടെ BScക്ക് അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്നത് ചില എന്താ പറയാ ഡെറിവേഷൻസ് കാര്യങ്ങൾ, ഒരു സിമ്പിൾ ഡെറിവേഷൻസ്, ഒരു ഇക്വേഷൻസ് ഡയറക്റ്റ് പഠിക്കും. ആ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് ചോദ്യം ചോദിക്കും. അങ്ങനെ പഠിച്ചു പോകുന്ന ആൾക്കാരാണ്. അത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്തായാലും അത്ര എഫേർട്ട് ഇടുന്നുണ്ട്. BScനേക്കാൾ സാധാ BSc പഠിച്ച ഒരാൾക്ക്, അല്ലെങ്കിൽ BScക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് കൂടെ IIT ജാം സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ റിപ്പീറ്റ് ചെയ്തിരിക്കും. അതിന്റെ ഒരു ആവശ്യവും ഇല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ BScക്ക് പഠിക്കുന്ന ചെറിയ ചെറിയ ടോപ്പിക്കുകൾ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് ഒന്നും കൂടി അഡ്വാൻസ് ചെയ്ത് പഠിക്കും. ഒന്നോ രണ്ടോ സ്റ്റെപ്പ് അഡ്വാൻസ് ചെയ്ത് പഠിക്കും. അല്ലെങ്കിൽ രണ്ട് ടോപ്പിക്കുകൾ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റണം. രണ്ട് ടോപ്പിക്കുകൾ, ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സും കൂടി കണക്ട് ചെയ്ത് ചോദ്യം വരാം. അങ്ങനെ നമ്മളെന്തായാലും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്, ബേസിക്സ്. ക്വാണ്ടം മെക്കാനിക്സും ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും കണക്ട് ചെയ്ത് ചോദ്യം
വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ? നമ്മൾ സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, ഡിഗ്രിക്ക് പഠിക്കുന്നതോട് ഡിഗ്രിക്ക് എങ്ങനെയൊക്കെ പഠിക്കുന്നു. ഇപ്പൊ എല്ലാരും സെക്കൻഡ് ഇയേഴ്സ് ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് ഇയേഴ്സിൽ നിന്ന് നമ്മൾ തേർഡ് ഇയറിലേക്ക് പോകാൻ പോകാം. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് എല്ലാവരും സെക്കൻഡ് ഇയർ എന്ന് വെച്ചാൽ സെക്കൻഡ് ഇയറിൽ നിന്ന് തേർഡ് ഇയറിലേക്ക് പോകാൻ പോകുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ തേർഡ് ഇയറിലാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഓരോന്നായിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോ നമ്മുടെ പ്ലാൻ അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സിലബസ് എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് തന്നെ നമുക്ക് അതിന് പാരലായിട്ട് അതേ ടോപ്പിക്കുകൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനോട് കൂടെ തന്നെ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കും. ക്വാണ്ടം മെക്കാനിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും IIT ജാമിൽ ചോദിച്ചത് നിങ്ങൾ പാരലായിട്ട് ചെയ്തു പോകണം. പാരലായിട്ട് ചെയ്തു പോയേ പറ്റൂ. യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുന്നതിന് പാരലായിട്ട് നമ്മൾ അതും ചെയ്തു പോയേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു സ്ട്രാറ്റജി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം? IIT ജാം ക്രാക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ IIT ജാമില് നമ്മൾ ചില ടോപ്പിക്കുകൾ നമ്മൾ നേരത്തെ പഠിക്കേണ്ടതായിട്ട് വരും. 6th സെമിസ്റ്റർ എക്സാമിനേഷൻ നടക്കുക മാർച്ച്, ഏപ്രിൽ, മെയ് സമയത്തായിരിക്കും. ജനറലി അങ്ങനെയാണ്, പല യൂണിവേഴ്സിറ്റിക്ക് വാരി ചെയ്യും. പക്ഷെ IIT ജാം എന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ ഉറപ്പായിട്ട് നടന്നിരിക്കും. അപ്പം ആ ഫെബ്രുവരിക്ക് മുമ്പ് തന്നെ നമ്മൾ ഒട്ടുമിക്ക ടോപ്പിക്കുകളും കവർ ചെയ്തിരിക്കണം. അത് എങ്ങനെയൊക്കെ കവർ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ കവർ ചെയ്യണം എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിനി ഇപ്പൊ ആദ്യം നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ചും ആ എക്സാമിന് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരും എന്നതിനെ കുറിച്ചും ആ എന്താ പറയാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരിക എന്നതിനെ കുറിച്ചും നമുക്കൊരു ധാരണ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിലേക്ക് പോവാം. നമ്മൾ സിലബസ് ഡിസ്കഷൻ ആണ് ആദ്യം. നമ്മൾ ആദ്യം നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ്. മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഡിഗ്രിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത്രയും ഡീറ്റെയിലിൽ നമുക്ക് വേണ്ട എങ്കിൽ കൂടിയിട്ട് അതെല്ലാം നമുക്ക് IIT ജാമിന് വേണ്ടി വരും. സോ ഇൻ ജനറൽ ഈ IIT ജാമിന്റെ സിലബസ്, നിങ്ങളിപ്പോ IIT ജാം എടുത്ത് PG മാത്രം ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. ഇൻ കേസ് PG കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസർച്ചിന് പോകാൻ താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോളേജ് ലെവലിൽ പഠിപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കാം. എന്ന് വെച്ചാൽ അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫിക്കേഷൻ ഒക്കെ വേണ്ട ആൾക്കാരായിരിക്കാം. അപ്പൊ PhD, ഇന്ത്യയിൽ PhD ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ആ ഒരു കോളേജ് പഠിപ്പിക്കണമെങ്കിലും നമുക്ക് നിർബന്ധമായിട്ടും നെറ്റ് JRF എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമുക്ക് ക്രാക്ക് ചെയ്തേ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ ഈ നെറ്റ് JRF ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഒരു ചവിട്ടുപടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം IIT ജാമിനുള്ള ഈ 7 ടോപ്പിക്കുകളും നെറ്റ് JRFന്റെ ബേസിക്സ് ആണ്. IIT ജാമിന്റെ ഈ 7 ടോപ്പിക്കുകൾ ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 7 മൊഡ്യൂൾസ് ഉണ്ട്. ഈ 7 മൊഡ്യൂൾസും നമ്മൾക്ക് നെറ്റിനും JRFനും വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അത് ഉപകാരപ്പെടും. ഇതില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ഫിസിക്സിലോ ഒരു വലിയ കരിയർ ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. ഇപ്പോഴേ മീൻസ് ഡിഗ്രി തേർഡ് ഇയർ ആകുമ്പോൾ. ഒട്ടും നിങ്ങൾ പിറകിലല്ല, മനസ്സിലാക്കുക. ഡിഗ്രി തേർഡ് ഇയർ ആകുമ്പോൾ തുടങ്ങിയാൽ മതി. ഇനി മാത്തമാറ്റിക്കൽ മെത്തേഡ്സിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ കോംപ്ലിമെന്ററി ആയിട്ട് പഠിച്ചിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ് ഇത്. എനിക്ക് തോന്നുന്നില്ല ഫിസിക്സിൽ അവർ പഠിപ്പിക്കും എന്നുള്ളത്. ഫിസിക്സിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടില്ല. ബട്ട് ഇപ്പം ഇലക്ട്രോ ഡൈനാമിക്സിൽ ഇനീഷ്യലി ആയിട്ട് വെക്ടർ ആൽജിബ്ര കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വെക്ടർ ആൽജിബ്ര പഠിക്കാണ്ട് നമുക്ക് ഇലക്ട്രോ ഡൈനാമിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വെക്ടർ ആൽജിബ്ര ഓക്കെ,
ഇലക്ട്രോഡൈനാമിക്സ് മാത്രമല്ല, നമുക്കിപ്പോ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വേണം. ഷ്രോഡിൻജർ ഇക്വേഷൻ. ഓക്കെ ഓക്കെ, നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ. മോസ്റ്റ്ലി സെക്കൻഡ് ഇയേഴ്സ് ആണ്. ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കണമെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ച് നല്ല ധാരണ വേണം. അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് നല്ല ധാരണ വേണം. അപ്പൊ ഏതും മാത്തമാറ്റിക്സ് ബേസ് സെറ്റ് ആയാൽ മാത്രമേ നമുക്ക് ഫിസിക്സിലെ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ ഈ കോൺസെപ്റ്റ് പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന പോലെ, ബയോളജി പഠിക്കുന്ന പോലെ വായിച്ച് പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് അല്ല ഫിസിക്സ്. ഫിസിക്സ് എളുപ്പമാകണമെങ്കിൽ നമ്മളെ മാത്തമാറ്റിക്സിലെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ ആദ്യം തരാൻ പോകുന്ന ക്ലാസ് എന്തായാലും മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആയിരിക്കും. മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് പഠിച്ചു കഴിഞ്ഞിട്ടേ നമുക്ക് എന്തും പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്തമാറ്റിക്സ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, IIT ജാമിന് 7 ടോപ്പിക് ഉണ്ട്. സെലക്റ്റീവ് ആയിട്ടുള്ള 5 ടോപ്പിക് പഠിച്ചാൽ മതി. 5ഉം വേണ്ട, 5ഓ 4ഓ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും IIT ജാമിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ആകെ 4 ടോപ്പിക് ആയിരുന്നു IIT ജാമിന് പഠിച്ചത് അന്ന്, എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കിയുള്ള 3 ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് എത്തും ധാരണയില്ല. പക്ഷേ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, അതിൽ വരുന്നതാണ് കാൽക്കുലസ് ഓഫ് സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ വേരിയബിൾസ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ജക്കോബിയൻ, പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് ഡിഫറൻഷ്യൽ. ഇതൊക്കെ തെർമോഡൈനാമിക്സിൽ ആവശ്യമുണ്ട്. പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് ഡിഫറൻഷ്യൽ. പിന്നെ ടൈലർ എക്സ്പാൻഷൻ, ഫ്യൂരിയർ സീരീസ്, ഇതൊക്കെ നിങ്ങൾ ടൈലറും മക്ലോറൻ എക്സ്പാൻഷൻ ഒക്കെ നമ്മൾ ഡിഗ്രി കോംപ്ലിമെന്ററി ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. പിന്നെ വെക്ടർ ആൽജിബ്ര ഇല്ലാണ്ട് ഇലക്ട്രോഡൈനാമിക്സ് മുന്നോട്ട് പോകാൻ പറ്റില്ല. വെക്ടർ ആൽജിബ്ര, വെക്ടർ കാൽക്കുലസ്, മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ്, ഗോസ് തിയറം, ഡൈവേർജൻസ് തിയറം, ഗ്രീൻസ് തിയറം. ഓക്കെ, എന്ന് വെച്ചാൽ സ്റ്റോക്സ് തിയറത്തിന്റെ 2D വേർഷൻ ആണ് ഗ്രീൻസ് തിയറം. അതിലപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനും സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്. നിങ്ങൾ അതിൽ കൂടുതൽ പഠിച്ചിട്ടുണ്ടാകാം. ഡിഗ്രി കോംപ്ലിമെന്ററി, ഐ തിങ്ക് ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ ഉണ്ട്. കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് അല്ലാത്ത, പിന്നെ മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ആൽജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇത്രയാണ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സിൽ വരുന്നത്. വളരെ കുറഞ്ഞ ടോപ്പിക്കേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മളെ എങ്ങനെ, ഇതിൽ ഓരോന്നിലും എങ്ങനെ ചോദ്യങ്ങൾ വരും, ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരാം, ഇത് സോൾവ് ചെയ്യാനുള്ള എളുപ്പ മെത്തേഡ്സ്. ഇപ്പൊ മെട്രിക്സ് ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പം നിങ്ങൾ എഷലോൺ ഫോം എഴുതി ഇങ്ങനെ കംപ്ലീറ്റ്, എന്താ പറയാ, കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിൽ പഠിക്കുമ്പോൾ തന്നെ മെട്രിക്സ് ഒക്കെ സോൾവ് ചെയ്യാൻ നിങ്ങൾ കുറേ സമയം എടുക്കും. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് നോക്കിക്കൊണ്ട് തന്നെ ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സും ഒക്കെ നമുക്ക് പറയാൻ സാധിക്കണം. ആ രീതിയിൽ എളുപ്പ വഴികൾ നമ്മൾ മനസ്സിലാക്കി വെച്ചേ പറ്റുള്ളൂ. കാരണം നമുക്ക് ടൈം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. മാക്സിമം മിനിമം ടൈം കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കണം, എളുപ്പമുള്ള ചോദ്യങ്ങൾ. ചില ക്വസ്റ്റ്യൻസിന് നമ്മൾ അലോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം കൊടുക്കേണ്ടതായിട്ടും വരാം. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് അപ്പൊ നമുക്ക് ഒരിക്കലും എന്താ പറയാ ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ്. ഇനി നമ്മൾ അടുത്തത് മെക്കാനിക്സ് ആൻഡ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. മെക്കാനിക്സ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. മെക്കാനിക്സ് അത് ഒന്ന് നമുക്ക് +1 +2, ഇപ്പം എന്തായാലും നിങ്ങളിപ്പോ സെക്കൻഡ് ഇയറിന്റെ എക്സാം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടാവും. ഞാൻ എല്ലാ സമയത്തും പഠിക്കണം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ +1 +2 ഒരുവിധം ചില ആൾക്കാര് റിപ്പീറ്റിനൊക്കെ പോയ ആൾക്കാരുണ്ടാവാം. ഞാൻ പണ്ട് റിപ്പീറ്റിന് പോയ ആളാണ്. അപ്പം ഈ +1 +2 നമ്മൾ എക്സാമിന് പഠിക്കുന്നത് വേറെയാണ്, എൻട്രൻസിന് പഠിക്കുന്ന സംഗതി വേറെയാണ്. അപ്പൊ അവിടെ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. ന്യൂട്ടന്റെ ലോ, അതിന്റെ അപ്ലിക്കേഷൻ, ഫ്രീ ബോഡി ഡയഗ്രാംസ്, എങ്ങനെ മാസ് പുള്ളി സിസ്റ്റം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം, ഈ നോർമൽ റിയാക്ഷൻസ്, ഓരോ ബോഡി ഓൺ എ സ്ലൈഡിങ് ഇൻക്ലൈൻഡ് സർഫസ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് പഴയ +1 +2 ടെക്സ്റ്റ് എടുത്ത് വായിക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അത് വേണ്ട. നിങ്ങൾ പണ്ട് പഠിച്ച നോട്ട്സും ഞാൻ പറയുന്നില്ല. ബട്ട് നമ്മൾ പണ്ടത്തെ നീറ്റിന്റെ ജെഇയുടെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാവും, അങ്ങനെ സെറ്റ് കിട്ടും ന്യൂട്ടൺസ് ലോ വെച്ചിട്ടൊക്കെ സോൾവ് ചെയ്യാതെ. അതൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കുക. അതിൽ ചില ടോപ്പിക്സ് മാത്രം നോക്കിയാൽ മതി. ഏതാ ലോസ് ഓഫ് മോഷൻ, റൊട്ടേഷണൽ മോഷൻ, അതുപോലെ
ഫ്ലൂയിഡ് മെക്കാനിക്സ്, അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രം നോക്കി, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് നോക്കിയാൽ മതി. ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ്, എങ്ങനെയൊക്കെ ഏതൊക്കെ സാധനം ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, അത് മാത്രമാണ് ആദ്യത്തെ ടോപ്പിക്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ്, അത് തന്നെ വളരെ കൂടുതലുണ്ട്. ഓക്കെ, ഡിഫറൻസ്. ഇപ്പൊ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. സോ എന്ത് ചെയ്യണം, അവിടെ എം ഇൻറ്റു ഡി പി ബൈ ഡി ടി പ്ലസ് വി ഇൻറ്റു ഡി എം ബൈ ഡി ടി, അവിടെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നു. അപ്പൊ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ എന്താ പറയാ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഇൻ കാർട്ടീഷ്യൻ പോളാർ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അത് മിക്കവാറും മാത്തമാറ്റിക്കൽ ഫിസിക്സിലാണ് നമ്മൾ എടുക്കാറ്. ഓക്കെ, അത് അവിടേക്ക് കൊടുക്കും വെലോസിറ്റി. കാരണം മെക്കാനിക്സ് പഠിക്കണമെങ്കിൽ നമുക്ക് വെലോസിറ്റി അറിഞ്ഞിരിക്കണം, ആക്സിലറേഷൻ അറിഞ്ഞിരിക്കണം, എന്നാലേ ഫോഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പിന്നെ യൂണിഫോംലി റൊട്ടേറ്റിംഗ് ഫ്രെയിം, സെൻട്രിഫ്യൂഗൽ ആൻഡ് കോറിയോലിസിസ് ഫോഴ്സസ്, ഇതൊക്കെ ഡിഗ്രി ടോപ്പിക്കുകൾ മാത്രമാണ് ഇതിന്റെ അകത്തുള്ളത്. ഡിഗ്രി പ്ലസ് ടു ടോപ്പിക്കുകൾ, പ്ലസ് ടു കുറച്ച് ആവശ്യമുണ്ട്, പിന്നെ കുറച്ച് ഡിഗ്രി ടോപ്പിക്കുകളാണ് ഉള്ളത്. പിന്നെ ദ മോഷൻ അണ്ടർ സെൻട്രൽ ഫോഴ്സ്, കെപ്ലേഴ്സ് ലോ, ഗ്രാവിറ്റേഷണൽ ലോ ആൻഡ് ഫീൽഡ്, കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്, ഇതൊക്കെ ഡിഗ്രി ടോപ്പിക് തന്നെയാണ്. സെൻട്രൽ ഫോഴ്സ് പഠിക്കാനുണ്ട്. സെൻട്രൽ ഫോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സെൻട്രൽ ഫോഴ്സ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. പിന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, സെന്റർ ഓഫ് മാസ്, റിജിഡ് ബോഡി ഡൈനാമിക്സ്, സെന്റർ ഓഫ് മാസ്, മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്, പിന്നെ ലീനിയർ, കൺസർവേഷൻ ഓഫ് ലീനിയർ ആൻഡ് ആംഗുലാർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് എനർജി, വാരിയബിൾ മാസ് സിസ്റ്റം, പിന്നെ കൊളീഷൻസ്. ഓക്കെ, പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് ഈ പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് പ്ലസ് വണ്ണും പ്ലസ് ടുവിൽ ഈ പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഒക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി. എനിക്ക് തോന്നുന്നു നിങ്ങൾ ലാസ്റ്റ് ബാച്ച് ആയിരിക്കാം ഇതൊക്കെ പഠിച്ചത്. പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഒക്കെ പഠിച്ച ബാച്ച് ആയിരിക്കാം നിങ്ങൾ ബാച്ച്. ഈ അടുത്ത സിലബസ് പരിഷ്കരണം വന്നതോടുകൂടെ ഒരുപാട് പോർഷൻസ് കട്ട് ചെയ്ത് ഒഴിവാക്കി ഫിസിക്സ് നിന്ന്. ഇതൊന്നുമില്ല അവർക്ക് ഇപ്പോൾ പഠിക്കാൻ, പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പൊ നമ്മള് ഐ തിങ്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇത് പഠിച്ച് ഇതിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് ആൻഡ് ആക്സിസ്. ഓക്കെ, പിന്നെ അവസാനം വരുന്നതാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻ ജനറൽ വരാറ്. അപ്പൊ ഈ മെക്കാനിക്സ് ആൻഡ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഇൻ ജനറൽ കുറച്ച് ടഫാന്ന് തന്നെ പറയാം. ടഫാന്ന് പറയല്ല, മീൻസ് ആ ഒരു പ്രോബ്ലം എങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ കൂടുതൽ കൂടുതൽ പ്രോബ്ലംസ്, സിമിലർ പ്രോബ്ലംസ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിന് ഒന്നാമതായിട്ട് നമുക്ക് മാത്തമാറ്റിക്സിൽ കുറച്ച് ഡെപ്ത് വേണ്ട ആവശ്യമുണ്ട്. പിന്നെ കോൺസെപ്ച്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. കാരണം റിജിഡ് ബോഡി മോഷനിലൊക്കെ നമ്മൾ ഒരുപാട് ഇന്റഗ്രേഷൻ ഉപയോഗിക്കണം. കാരണം സെന്റർ ഓഫ് മാസ് ഓഫ് ഡിഫറെന്റ് ബോഡീസ്, ഇതൊന്നും നമുക്ക് തലയിൽ എപ്പോഴും കൊണ്ടെടുക്കാൻ പറ്റില്ല. ഇതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ്, ഒരു ഹെമിസ്ഫിയറിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ്, ഇതൊന്നും നമുക്ക് ഒരിക്കലും തലയിൽ കൊണ്ടെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നിരന്തരം ഡിറൈവ് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. നിരന്തരം നമ്മൾ കൃത്യമായിട്ട് ഡിറൈവ് ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ സ്പീഡും കൊണ്ടുവരാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് അവിടെ ഇന്റഗ്രേഷൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ള രീതിയടക്കം നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുക. കുറേ പ്രോബ്ലം ചെയ്യും. ഇനീഷ്യലി നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഇരിക്കുമ്പോൾ ചിലപ്പോൾ പ്രോബ്ലം കിട്ടിയെന്ന് വരില്ല. നിങ്ങളിപ്പം സെക്കൻഡ് ഇയേഴ്സ് കുറെ പിള്ളേരുണ്ട്, ഇനീഷ്യലി ജാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടാകാം. ജാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് മനസ്സിലാവാത്ത ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനീഷ്യലി ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, ഒന്നും മനസ്സിലായില്ല. പക്ഷെ പിന്നീട് നമ്മൾ ഇങ്ങനെ പ്രോബ്ലം ചെയ്ത് സിലബസിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പ്രോബ്ലംസ് കിട്ടിക്കൊണ്ടിരിക്കും. എങ്കിലും 100% നമുക്ക് കിട്ടില്ല. 100% മാർക്കുള്ള ആരുമില്ലല്ലോ. നിങ്ങളിപ്പോ നൂറില് നമുക്കൊരു 40 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ NIT നിങ്ങൾക്ക് ഒരു സീറ്റ് ഉറപ്പാണ്. 55-60 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ IIT ഉറപ്പാണ്. ഓക്കെ,
അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. മെക്കാനിക്സ് നമ്മൾ ഓക്കെ. ഇനി ഓസിലേഷൻസ്, വേവ്സ് ആൻഡ് ഓപ്റ്റിക്സ്. അപ്പൊ ഇതില് ഞാൻ പണ്ട് ഒഴിവാക്കിയ ഒരു ടോപ്പിക്കാണ് ഓസിലേഷൻസ്. ഓസിലേഷൻസ് പഠിച്ചു, വേവ്സ് ഓപ്റ്റിക്സ് പഠിച്ചിട്ടില്ല. പിന്നെ വേവ്സ് ഓപ്റ്റിക്സും കടലിന്റെ പോലെ കിടക്കുന്ന ടോപ്പിക് ആയിരുന്നു. അപ്പൊ ഞാൻ അത് ഒഴിവാക്കി വിട്ട ടോപ്പിക്കാണ്. പക്ഷെ അതിന്റെ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ. ഇതിൽ ഓസിലേഷൻസ് എന്താണ്? ഓസിലേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ആദ്യം തന്നെ വന്നു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ആൻഡ് ഇറ്റ്സ് ജനറൽ സൊല്യൂഷൻ. പിന്നെ സൂപ്പർപൊസിഷൻ ഓഫ് ടു ഓർ മോർ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റേഴ്സ്, അതിൽ നിന്ന് വരുന്നതാണ് ലെസാജസ് ഫിഗേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഡാംഡ് ആൻഡ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റേഴ്സ്, റെസൊണൻസ് കണ്ടീഷൻ. ഇതാണ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ. ഇവിടെ വരെയാണ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് വരുന്നത്. പിന്നെ വേവ് ഇക്വേഷൻ, അതിൽ ട്രാവലിംഗ് വേവ്സ് ഉണ്ട്, സ്റ്റാൻഡിംഗ് വേവ്സ് ഇൻ വൺ ഡയമെൻഷൻ. സ്റ്റാൻഡിംഗ് വേവ്സ് ഒക്കെ നമ്മൾ +2 മുതലേ പഠിക്കുന്നതാണ്. ഒരു സ്ട്രിങ്ങിന്റെ മുകളിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാൻഡിംഗ് വേവ്. അതുപോലെ എന്ത് ചെയ്യാം, ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, ഇതിന്റെ അകത്തൊക്കെ ഉണ്ടാവുന്ന സ്റ്റാൻഡിംഗ് വേവ്സ്, ഫണ്ടമെന്റൽ മോഡ്സ്, ഫ്രീക്വൻസീസ്. പിന്നെ എനർജി ഡെൻസിറ്റി ആൻഡ് എനർജി ട്രാൻസ്മിഷൻ ഇൻ വേവ്സ്. പിന്നെ ഗ്രൂപ്പ് വെലോസിറ്റി ആൻഡ് ഫേസ് വെലോസിറ്റി. ഈ ഗ്രൂപ്പ് വെലോസിറ്റി ആൻഡ് ഫേസ് വെലോസിറ്റി മെയിൻ ആയിട്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലാണ് പറയാം. ക്വാണ്ടം മെക്കാനിക്സിൽ എപ്പോഴും ക്വാണ്ടം മെക്കാനിക്സിൽ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഗ്രൂപ്പ് വെലോസിറ്റി, ഫേസ് വെലോസിറ്റി. ഒരൊറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രം മതി. ഗ്രൂപ്പ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു d/dp or d⍵/dk. ഫേസ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ω/k. ഇത് തമ്മിലുള്ള റിലേഷൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത്. അത് ഈ IIT ജാമിൽ ഞാൻ എപ്പോഴും നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രോബ്ലം ആണ്. പിന്നെ സൗണ്ട് വേവ്സ് ഇൻ മീഡിയ, ഡോപ്ലർ എഫക്ട് നമ്മൾ +1 പഠിക്കുന്ന സാധനമാണ്. പിന്നെ ഇവിടെ വെച്ചിട്ട് വേവ്സ് അവസാനിച്ചു. ഇനി വരുന്നത് ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സ് കുറച്ച് കടൽ പോലെയുള്ള ടോപ്പിക്കാണ് ഞാൻ ആദ്യം പറഞ്ഞു. ഫെർമാറ്റ് പ്രിൻസിപ്പിൾ വരുന്നുണ്ട്, ജനറൽ തിയറി ഓഫ് ഇമേജ് ഫോർമേഷൻ, തിക്ക് ലെൻസ്, തിൻ ലെൻസ് ആൻഡ് ലെൻസ് കോമ്പിനേഷൻസ്. ഇതൊക്കെ +2 ഭാഗങ്ങളാണ്. എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി സിലബസിൽ ഇത് പറയുന്നില്ല, ഈ ലെൻസിന്റെ കോമ്പിനേഷനും തിക്ക് ലെൻസും തിൻ ലെൻസും ഒക്കെ. അവിടെ ഇന്റർഫിയറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ ആണ് പറയുന്നത്. ഇന്റർഫിയറൻസ് ഓഫ് ലൈറ്റ്, ഒപ്റ്റിക്കൽ പാത്ത് റിട്ടാർഡേഷൻ, ഫ്രാൻഹോഫർ ഡൈഫ്രാക്ഷൻ, റേലെ ക്രൈറ്റീരിയൻ ആൻഡ് റിസോൾവിംഗ് പവർ, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സ്. പിന്നെ പോളറൈസേഷൻ എപ്പോഴും ചോദിക്കാം. പോളറൈസേഷൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു സാധനമായിരുന്നു. ഞാൻ IIT ജാമു പഠിക്കുമ്പോൾ പോളറൈസേഷൻ ഒന്ന് നോക്കിയിട്ടാണ് പോയത്. പക്ഷെ അന്ന് പോളറൈസേഷൻ ചോദിച്ചില്ല. അന്ന് ചോദിച്ചത് ഫെർമാറ്റ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ സംഗതി ഫെർമാറ്റ് പ്രിൻസിപ്പിൾ ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും പക്ഷെ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അത് MSQ പാർട്ടിലാണ് വന്നത്. എന്താണ് MSQ എന്നുള്ളത് ഞാൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഒഴിവാക്കരുത്. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് പോലെ തന്നെ, അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സിനേക്കാളും വെയിറ്റേജ്, ഐ തിങ്ക് ക്ലാസിക്കൽ മെക്കാനിക്സും ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം വെയിറ്റേജിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷെ എനിക്ക് തോന്നുന്നു ക്ലാസിക്കൽ മെക്കാനിക്സും ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, ക്ലാസിക്കൽ മെക്കാനിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. ഈ ഓസിലേഷൻ വേവ്സ് ആൻഡ് ഒപ്റ്റിക്സ് ഒക്കെ വെയിറ്റേജ് കുറച്ച് കുറവാണ്. എങ്കിൽ കൂടിയിട്ട് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. അതുപോലെ തന്നെ അത്രയും കൂടുതൽ ചോദ്യം വരും. ഓക്കെ. അതിൽ കൂളിംഗ്സ് ലോ, ഗോസസ് ലോ, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷൻ ഒക്കെ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഈ ബൗണ്ടറി കണ്ടീഷൻ ഒന്നും പല പിള്ളേർക്കും വലിയ ഐഡിയ ഇല്ല. അതാണ് ഏറ്റവും വലിയ സാഡ് സ്റ്റേറ്റ്. നമുക്കത് എങ്ങനെ സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞു തരാന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലം നമുക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്യാം, എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള രീതി നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. ഇനി സൊല്യൂഷൻ ഓഫ് ലാപ്ലേസ് ഇക്വേഷൻ ഫോർ സിമ്പിൾ കേസസ്, കണ്ടക്ടേഴ്സ്, കപ്പാസിറ്റി, ഡൈലക്ട്രിക്സ്, പിന്നെ ഡൈലക്ട്രിക് പോളറൈസേഷൻ. ഇതൊക്കെ തന്നെ ഞാൻ ഈ പറയുന്ന ടോപ്പിക് ഒക്കെ തന്നെ നിങ്ങളെ യൂണിവേഴ്സിറ്റി സിലബസുകളിൽ പഠിച്ചിട്ടുണ്ടാകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സെക്കൻഡ് ഇയർ അവസാനം വരെ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം പഠിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതുമായിരിക്കാം. ഇത് പഠിച്ചതും അതുപോലെ തന്നെ ഇത് പഠിച്ചിട്ട് ഇതിന്റെ ഓരോ ഡെറിവേഷൻസും നിങ്ങൾ ഇരുന്ന് എഴുതി പഠിച്ചിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ചോദ്യം ട്വിസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതായിരിക്കാം നിങ്ങളുടെ
അത് നമുക്ക് നികത്തിയെടുത്തേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനിയും സമയം നമുക്കുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ആ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്തെടുക്കാം, എങ്ങനെ എളുപ്പത്തിൽ എഴുതിയെടുക്കാം എന്നുള്ളത് നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. ഡയലക്ട്രിക് പോളറൈസേഷൻ, വോളിയം ആൻഡ് സർഫസ് ചാർജസ്, ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി, പിന്നെ ബയോട്ട്-സവാർട്ട്സ് ലോ, ആംപിയേഴ്സ് ലോ, ഫാരഡേസ് ലോസ് ഓഫ് EMI, സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. ഓക്കെ, ഇവിടെ വരെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇത് നമ്മൾ പഠിക്കുന്ന ഒരു ഗ്രിഫിത്ത് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ റെഫർ ചെയ്യുക. അപ്പൊ ഗ്രിഫിത്ത് ഒരു ഡിഗ്രിക്കാരനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഗ്രിഫിത്ത് ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ. അപ്പൊ ഇൻ ജനറൽ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് കിട്ടുന്ന ടെക്സ്റ്റുകൾ മതി ഇത് വായിച്ച് മനസ്സിലാക്കി പഠിക്കാനൊക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിൽക്കുക. അല്ലാതെ മെയിൻ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ, ആക്ച്വലി സബ്ജക്ട് പഠിക്കണമെങ്കിൽ മെയിൻ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ വേണം, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അതിലുപരി നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് പോയി കഴിഞ്ഞാൽ സമയം പോകും. മെയിൻ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ഇപ്പൊ ഗ്രിഫിത്ത് ഒക്കെ ആണെങ്കിൽ പോലും ഇനീഷ്യലി ഇത് ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതി വരുമ്പോൾ നമുക്ക് എന്തൊക്കെയോ അറിയാന്നുള്ള ധാരണയിലാണ് അദ്ദേഹം ആ ടെക്സ്റ്റ് എഴുതി പോകുന്നത്. അപ്പൊ തന്നെ കുട്ടികൾക്ക് ആദ്യത്തെ സെന്റൻസ് തന്നെ ഒന്നും മനസ്സിലാവാഞ്ഞിട്ട് അവരത് മടക്കി വെക്കും, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഒഴിവായി പോകും. അപ്പൊ അതിലും ബെറ്റർ നമ്മൾ എന്ത് ചെയ്യാം, യൂണിവേഴ്സിറ്റി ടെക്സ്റ്റുകൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി എല്ലാ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പിന്നീട് IIT ജാമിന്റെ പ്രോബ്ലംസ് മെല്ലെ മെല്ലെ ചെയ്ത് തുടങ്ങും. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ബെറ്റർ ഐഡിയ മുന്നോട്ട് വരും, എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, എങ്ങനെ സബ്ജക്ട് മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ മെയിൻ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ഇനീഷ്യലി വായിച്ചു പോകുന്നത് മണ്ടത്തരമാവും. കാരണം സബ്ജക്ട് ചടച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളും. ഇനീഷ്യലി ഒരു ടെക്സ്റ്റ് മാത്രം മെയിൻ ടെക്സ്റ്റ് റെഫർ ചെയ്യുമ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നമാണ്. ശരിക്കും ഞാനിങ്ങനെ പറയാൻ പാടില്ല, ബട്ട് ഇത് യാഥാർത്ഥ്യമാണ്. എന്താ പറയാ, ഓക്കെ, മെയിൻ ആയിട്ട് എന്റെ ഒക്കെ ഒരു പ്രശ്നം അതാണ്. എനിക്ക് ഒറ്റയടിക്ക് മെയിൻ ടെക്സ്റ്റ് വായിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ഇത്തരം ഗൈഡുകൾ ഞാൻ റെഫർ ചെയ്ത് മനസ്സിലാക്കി നോട്ട് ഉണ്ടാക്കി എഴുതി പിന്നീട് എനിക്ക് മെയിൻ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നീട് എനിക്ക് മെയിൻ ടെക്സ്റ്റ് വായിക്കാൻ വരുന്നത് പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് മാത്രമാണ്. അപ്പോഴേക്കും നമുക്ക് എക്സാം ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത് സാധാ ടെക്സ്റ്റുകളിൽ നിന്ന് കിട്ടും, സാധാ ഗൈഡുകളിൽ നിന്നും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ ചെയ്യുന്ന പ്രോബ്ലംസ് തന്നെ ധാരാളം. ഓക്കെ, ഇനി അടുത്തതാണ് ആൾട്ടർനേറ്റിംഗ് കറന്റ്സ്, സിമ്പിൾ DC ആൻഡ് AC സർക്യൂട്ട്, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ കമ്പോണൻസ്, പിന്നെ ഡിസ്പ്ലേസ്മെന്റ് കറന്റ്, മാക്സ്വെൽ ഇക്വേഷൻ ഫോർ പ്ലെയിൻ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അത് ഗ്രിഫിത്തിലുള്ളതാണ്. പോയിന്റിംഗ് തിയറം, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ആയിട്ട് ഡയലക്ട്രിക് ഇന്റർഫേസ്, ട്രാൻസ്മിഷൻ ആൻഡ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻസ്, പിന്നെ ലോറൻസ് ഫോഴ്സ് ആൻഡ് മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ഓക്കെ, ഇതൊക്കെ തന്നെ നിങ്ങൾ നോക്കിയേ, നമ്മളെ ഡിഗ്രിക്ക് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ മാത്രമാണ് ഇവിടെ ഒക്കെ വരുന്നത്. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കാം. പക്ഷേ നമ്മൾ ഒന്നുകൂടി അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ആരെങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്താൽ വളരെ നന്നായിരുന്നു. ഓക്കെ, ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, അടുത്തത് നമ്മള് പറയുന്നത് കൈനറ്റിക് തിയറി ആൻഡ് തെർമോഡൈനാമിക്സ്. ഞാൻ ഒരിക്കലും ഒഴിവാക്കരുതെന്ന് പറയുന്ന ഒരു ടോപ്പിക് കൈനറ്റിക് തിയറി ആൻഡ് തെർമോഡൈനാമിക്സ്. കാരണം പഠിക്കാൻ വളരെ കുറവേ ഉള്ളൂ. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ മാർക്ക് ഉണ്ടാക്കാം. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് കൈനറ്റിക് തിയറി ആൻഡ് തെർമോഡൈനാമിക്സ്. കാരണം പഠിക്കാൻ വളരെ കുറവാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കൈനറ്റിക് തിയറി ആൻഡ് തെർമോഡൈനാമിക്സ്. കാരണം നമ്മളിപ്പോ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എടുക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി കുറേ സമയം പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ കുറെ മാർക്കുണ്ട്. പക്ഷേ ഇതെന്താ, കുറച്ച് സമയം പഠിച്ചാൽ മതി, കൂടുതൽ മാർക്ക് കിട്ടാം. സോ നമ്മുടെ എഫേർട്ട് വളരെ കുറവാണ് ഏത് കൈനറ്റിക് തിയറി തെർമോഡൈനാമിക്സ് പഠിക്കാൻ. എഫേർട്ട് വളരെ കുറവാണ്, കുറഞ്ഞ സമയം ചെലവഴിച്ച് കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും പോകരുത്. തുടങ്ങുന്നത് തന്നെ +1 ഇലമെന്റ്സ് ഓഫ് കൈനറ്റിക് തിയറി,
വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇക്വിപാർട്ടീഷൻ തിയറം, സ്പെസിഫിക് ഹീറ്റ് ഓഫ് മോണോ ഡൈ ആൻഡ് ട്രൈ അറ്റോമിക് ഗ്യാസസ്. ഇതൊന്നും എവിടെ ഡിഗ്രിക്ക് പഠിക്കാനില്ല, പക്ഷെ പ്ലസ് ടുവിൽ നിങ്ങൾ പഠിച്ചതാണ്. അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ക്ലാസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എക്സ്റ്റെൻഡഡ് വേർഷൻ ക്ലാസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഐഡിയൽ ഗ്യാസ്, വാട്ടർ വാൾസ് ഇക്വേഷൻ ആൻഡ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്, മീൻ ഫ്രീ പാത്ത്. ഇതുവരെ ചിലപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ടാവില്ല. പക്ഷേ പക്ഷെ അത് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചത് ഒന്നുകൂടി ഒന്നോ രണ്ടോ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് കയറി പഠിക്കുന്നു. അതല്ലാതെ വേറെ ഒന്നും ഇല്ല അവിടെ. പിന്നെ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, സീറോത്ത് ലോ, കൺസെപ്റ്റ് ഓഫ് തെർമൽ ഇക്വിലിബ്രിയം, ഫസ്റ്റ് ലോ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്, ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്സസ്, റിവേഴ്സിബിൾ ഇറവേഴ്സിബിൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, പിന്നെ എൻട്രോപ്പിയിലേക്ക് കയറും. ഇതുവരെ ഇതൊക്കെ നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഡിഗ്രിക്കും പഠിക്കുന്ന കോമൺ ടോപ്പിക്കുകളാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ്. പക്ഷേ എൻട്രോപ്പിയിലേക്ക് കയറി കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സെക്കൻഡ് ലോ ആൻഡ് എൻട്രോപ്പി. എന്നാലും എൻട്രോപ്പിന്ന് വരുന്ന ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. ഓക്കെ. കാർനോട്ട് സൈക്കിള്, മാക്സ്വെൽസ് തെർമോഡൈനാമിക്സ് റിലേഷൻ ആൻഡ് സിമ്പിൾ ആപ്ലിക്കേഷൻ. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ആൻഡ് ദർ ആപ്ലിക്കേഷൻ. ഈ സംഗതിയൊക്കെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ഒക്കെ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നു എന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട്, ഒരു ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട്, ഒറ്റ ഡയഗ്രം മാത്രം വെച്ചിട്ടാണ് ഈ കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ ഡീൽ ചെയ്യുക. തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ആൻഡ് ദർ ആപ്ലിക്കേഷൻ. അതിൽ നിന്ന് മാത്രമാണ് ചോദ്യം വരിക. ഒരു ഒറ്റ ഡയഗ്രാം ഒന്ന് വരയ്ക്കുക, ആ ഡയഗ്രത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. പിന്നെ ഫേസ് ട്രാൻസിഷൻ ആൻഡ് ക്ലോസസ്റ്റ് ആപ്പറോൺ ഇക്വേഷൻ. ഫേസ് ട്രാൻസിഷൻ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന അത്ര വിധത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഇല്ല. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ കൈനറ്റിക് തിയറിയിൽ കവർ ചെയ്തു പോകും. വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയാണ് പഠിക്കാനുള്ളത്. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, അതുപോലെ തന്നെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. പക്ഷെ ഇവിടെ എൻസംബിൾസിന്റെ ഐഡിയ നമ്മൾ കൊണ്ടുവരണം. അത് ഇൻ ജനറൽ പി ജിക്കാണ് നിങ്ങൾ ആദ്യം എൻസംബിൾ എന്താണെന്ന് പഠിക്കുക. അതിൽ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ, ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ, ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ. ഈ പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ നടക്കുന്നു, അത് സത്യം പറയുകയാണെങ്കിൽ ഒരൊറ്റ മണിക്കൂർ പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ റീസെന്റ് ആയിട്ട് എൻസംബിൾസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റീസെന്റ് IIT ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ, പണ്ടൊക്കെ ആണെങ്കിൽ കൈനറ്റിക് തിയറിന്നും തെർമോഡൈനാമിക്സ് ഒന്നും മാത്രമായിരുന്നു ചോദ്യം. എൻസംബിൾ തിയറി അല്ലെങ്കിൽ എൻസംബിൾ ഐഡിയാസ് ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു. പക്ഷെ റീസെന്റ് ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നു. ഓക്കെ. അപ്പൊ കൈനറ്റിക് തിയറിയും തെർമോഡൈനാമിക്സും ഒട്ടും ഒഴിവാക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. ഇനി നമ്മൾ മോഡേൺ ഫിസിക്സ് എടുക്കാം. മോഡേൺ ഫിസിക്സ് ആണ് ക്വാണ്ടം മെക്കാനിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, അതുപോലെ തന്നെ റിലേറ്റിവിറ്റി. കംപ്ലീറ്റ് ഇതിലാണ് വരുന്നത്. ഓക്കെ. ആദ്യം നമ്മൾ ഇനേഴ്ഷ്യൽ ഫ്രെയിംസും ഗലീലിയൻ ഇൻവാരിയൻസും പറയും. എന്നിട്ട് ലോറൻസ് ഫ്രെയിംസിലേക്ക് കടക്കും. എന്നിട്ട് പോസ്റ്റുലേറ്റ്സ് ഓഫ് റിലേറ്റിവിറ്റി, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ, ലെങ്ത് കൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ, റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ തിയറം, മാസ് എനർജി ഇക്വിലൻസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നത് ആണ് സൈമിൾട്ടേനിറ്റി ചോദിക്കാറുണ്ട്. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ക്വാണ്ടം മെക്കാനിക്സിലേക്ക് കയറി. ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക്സ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, കോംപ്ടൺ എഫക്ട്. പിന്നെ ആറ്റം തിയറി, ബോർസ് ആറ്റമിക് മോഡൽ, പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി, പിന്നെ പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി, വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. പിന്നീട് നമ്മൾ വേവ് മെക്കാനിക്സിലേക്ക് കയറും. കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്ടേഷൻ വാല്യൂ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അത് സോൾവ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നീട് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആൻഡ് ഇറ്റ് സൊല്യൂഷൻ ഫോർ 1, 2 and 3 ഡയമെൻഷണൽ ബോക്സസ്. എപ്പോഴും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. 1 ഡയമെൻഷണൽ ബോക്സ്, 2 ഡയമെൻഷണൽ ബോക്സ്, 3 ഡയമെൻഷണൽ ബോക്സ്. ഐ തിങ്ക് ഇപ്പം 2 ഡയമെൻഷണൽ ബോക്സും 3 ഡയമെൻഷണൽ ബോക്സും സിലബസിലുണ്ട്. ഡിഗ്രിക്ക് നിങ്ങൾ പഠിക്കുന്ന കാര്യം തന്നെ. പക്ഷെ ഒന്ന് എക്സ്റ്റെൻഡഡ് ആയിട്ട് ചോദിക്കും. ഡിഗ്രിക്ക് എപ്പോഴും ഒരേ സാധനം റിപ്പീറ്റ് അടിച്ച് വരിക ചെയ്യാൻ പറ്റും, ചോദിക്കും. അടുത്തത് സൊല്യൂഷൻ ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ. 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിന്റെ സൊല്യൂഷൻ ചോദിക്കാറുണ്ട്. നമ്മൾ 2 ഡയമെൻഷനിലും പറയും, 3 ഡയമെൻഷനിലും പറയും, ട്രങ്കേറ്റഡ് ഹാർമോണിക് ഓസിലേറ്ററും പറയും. കാരണം ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് അതിന്ന് വരാം.
പിന്നീട് വരുന്നത് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിക്കിൾ ന്യൂക്ലിയർ ഫിസിക്സ്. പാർട്ടിക്കിൾ ഫിസിക്സ് അങ്ങനെ അങ്ങ് വരാറില്ല, പക്ഷെ റിലേറ്റിവിറ്റിയിൽ ചെറിയ രീതിയിൽ വരും. പക്ഷെ അതിന് പാർട്ടിക്കിൾ ഫിസിക്സിന്റെ ഐഡിയ വേണ്ട. എനർജി ഇക്വേഷൻ ഇൻ റിലേറ്റിവിസ്റ്റ് ഓർ മാസ് എനർജി ഇക്വലൻസ് അറിഞ്ഞാൽ മതി. റിലേറ്റിവിസ്റ്റിക് എനർജി ഇക്വേഷൻസ് അറിഞ്ഞാലും മതി. ഓക്കെ. ഇനി ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, ഡിവൈസസ് ആൻഡ് ഇലക്ട്രോണിക്സ്. ഓക്കെ. ഞാൻ എന്താ പറയാ, ഞാൻ ഒഴിവാക്കിയ ഒരു ചാപ്റ്റർ ആയിരുന്നു. ഞാൻ പണ്ട് പഠിക്കുമ്പോൾ ഈ ഇലക്ട്രോണിക്സ് എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പോഴും ഇലക്ട്രോണിക്സിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ബട്ട് എങ്കിൽ കൂടെ ഈ IIT ജാമിന്റെ ഇലക്ട്രോണിക്സ് പഠിക്കാതെ വിട്ടത് ഒരു അബദ്ധമായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വളരെ ബേസിക് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, കുറഞ്ഞ സമയം കൊടുത്താൽ മതിയായിരുന്നു. ഇൻ കേസ് നിങ്ങൾ ഇലക്ട്രോണിക്സ് കംപ്ലീറ്റ് പഠിക്കുന്നില്ലെങ്കിൽ കൂടെ നിങ്ങൾ ഈ ലോജിക് ഗേറ്റ്സും ബൈനറി നമ്പർ സിസ്റ്റവും ഒരിക്കലും ഒഴിവാക്കരുത്. കുറഞ്ഞ സമയം മാത്രം മതി. ലോജിക് ഗേറ്റ്സ് ഒന്നും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദ്യം കിട്ടും. അതിന്റെ ബേസിക്സ് അറിഞ്ഞാൽ മാത്രം മതി. അത്രയും ബേസിക്സ് എന്നാ ചോദ്യം ചോദിക്കുന്നത്. നമുക്ക് അത് കൃത്യമായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. എനിവേ, നമ്മൾ ഈ ടോപ്പിക്കും ഒഴിവാക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ എങ്കിൽ കൂടിയിട്ട് നോക്കാം. അതെ, എന്താണ് സിലബസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് ക്രിസ്റ്റൽ സ്ട്രക്ചർ, ബ്രവേസ് ലാറ്റിസസ് ആൻഡ് ബേസസ്, മില്ലർ ഇൻഡിസസ്, എക്സ്റേ ഡിഫ്രാക്ഷൻ ആൻഡ് വാക്സ്. നമ്മൾ കെമിസ്ട്രിയിൽ പണ്ട് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇനീഷ്യൽ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ തന്നെ പഠിക്കുന്നത്. സെയിം സാധനമാണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ, ഫെർമി ലെവൽ, PN ജംഗ്ഷൻ ഡയോഡ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയൊക്കെയാണ്, ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, സെനർ ഡയോഡ് അതിന്റെ അപ്ലിക്കേഷൻ, പിന്നെ ബൈജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്, കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ മോഡ്സ്. ഇതൊക്കെ കുറച്ച് ടഫ് ആണ്. എങ്കിൽ കൂടിയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സുഖമാണ്. അത്ര വലിയ ടഫിലൊന്നും ക്വസ്റ്റ്യൻസ് വരാറില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇൻ കേസ് ഇത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഒഴിവാക്കിയാലും ഇതിലെ ചില സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഒപ്പാമ്പ്, ഗേറ്റ് പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കാതിരിക്കുക. ഓക്കെ. സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ, 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ, സിമ്പിൾ ഓസിലേറ്റേഴ്സ്, അങ്ങനെ ഓസിലേറ്റേഴ്സിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ. പിന്നെ ഒപ്പാമ്പ് ഒരിക്കലും ഒഴിവാക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. ഒപ്പാമ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബൈനറി നമ്പർ സിസ്റ്റം, ലോജിക് ഗേറ്റ്സ്, അതിൽ വരുന്നതാണ് ഡിമോർഗൻസ് തിയറം. ഇതൊക്കെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ടോപ്പിക് തന്നെയാണ്. ഉദാഹരണമായിട്ട് ഇതൊക്കെ ഞാൻ കുറച്ച് നമ്മൾ കമ്പയറിംഗ് യുവർ ഡിഗ്രി സിലബസ് വിത്ത് IIT ജാം. ഫോർ എക്സാമ്പിൾ, ഇത് നമ്മളെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്നുള്ള ഒരു ചോദ്യമാണ്. ഇതൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച സാധനങ്ങൾ തന്നെയാണ്. ഫോർ എ ക്യൂബിക് യൂണിറ്റ് സെൽസ്, ദി ഡാഷ്ഡ് ആരോ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിഗേഴ്സ് റെപ്രസെന്റ്സ് ദി ഡയറക്ഷൻസ്. നിങ്ങൾക്ക് ഇത് നോക്കിയാൽ ഇത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് വന്നൊരു ചോദ്യമാണ്. ഇത് അതുപോലെ തന്നെ നിങ്ങൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ഐ തിങ്ക് ഇലക്ട്രോ ഡൈനാമിക്സ്, കോർ കോഴ്സ് 3 ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സെമിസ്റ്റർ 3 കോർ കോഴ്സ് 3 ഇലക്ട്രോ ഡൈനാമിക്സ് 1 മൊഡ്യൂൾ 1 വെക്ടർ കാൽക്കുലസ് എന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. എനിവേ, ഞാൻ ഇത് കൂടുതൽ നിങ്ങളെ ചെയ്യിപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങളെ, അതുപോലെ തന്നെ ഇത് സെമിസ്റ്റർ 6 സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ഫോട്ടോണിക്സ് മൊഡ്യൂൾ 2 അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് കൃത്യമായിട്ട് പഠിച്ച ആൾക്ക് സുഖമായിട്ട് ഈ ചോദ്യം ക്രാക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതാ നമ്മുടെ ഒപ്പാമ്പിനെ ബേസ് ചെയ്തിട്ട്, അതും സെമിസ്റ്റർ 5 ഇപ്പൊ പഠിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേര് ഐ തിങ്ക് FI UGP സിസ്റ്റം വന്നതോടുകൂടെ ഇലക്ട്രോണിക്സ് കംപ്ലീറ്റ്ലി അവര് 2 പേപ്പർ ആയിട്ട് സെമിസ്റ്റർ 2 പഠിക്കുന്നത്. അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് IIT ജാം 2003 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ. ഇതൊക്കെ സോൾവ് ചെയ്യാൻ, ഈ ഒപ്പാമ്പ് സോൾവ് ചെയ്യാൻ ആകെ ഓംസ് ലോ മാത്രം അറിഞ്ഞാൽ മതി. അല്ലാതെ കുറെ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമുക്ക് കുറെ ഇക്വേഷൻസ് ഒന്നും ബൈഹാർട്ട് ചെയ്ത് തലയിൽ കൊണ്ടെടുക്കാൻ പറ്റില്ല. ഓംസ് ലോ അറിയാമെങ്കിൽ ഒപ്പാമ്പ് സോൾവ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. യു നീഡ് ടു നോ ഓൺലി അബൌട്ട് ഓംസ് ലോ. അതിലപ്പുറത്തേക്ക് ഒരു സാധനം വേണ്ട ഒപ്പാമ്പ് സോൾവ് ചെയ്യാൻ. അത്ര എളുപ്പമുള്ള ഒരു ചോദ്യം. ഓക്കെ.
ഇത് ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻസ് വെറുതെ കാണിച്ചു എന്നുള്ളൂ. ഇതെന്താന്ന് വെച്ചാൽ ഇത് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന ഡിഗ്രി സിലബസ് മാത്രം ചോദിച്ചു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ, IIT ജാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നാമത് എക്സാം മോഡ് ഓൺലൈൻ ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നമ്മൾ പണ്ടത്തെ പോലെ പേപ്പറിൽ എഴുതി മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റം അല്ല. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ ഉറപ്പല്ലെങ്കിൽ നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓപ്ഷൻസ് മാറ്റി മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ. പിന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പൊ നമുക്ക് ബാക്കി സമയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എന്താന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യന് വേണ്ടി ഒരുപാട് സമയം ഒന്നും കൊടുക്കരുത്. ഒരു ക്വസ്റ്റ്യൻ നിശ്ചിത സമയത്തിനുള്ളിൽ കിട്ടുന്നില്ലെങ്കിൽ, ഇൻ കേസ് നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കിട്ടുന്നില്ലെങ്കിൽ വേഗം തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. പിന്നീട് തിരിച്ചു വരിക, തിരിച്ചു വന്നിട്ട് ചിന്തിക്കുക. ഓക്കെ. അപ്പൊ അത് തിരിച്ചു വരാൻ എങ്ങനെയാ, നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മളതിന്റെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളതിന്റെ എന്താ പറയാ സിമിലർ എക്സാംസ് ഒക്കെ നമ്മൾ നടത്തുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യണം. അത് നമ്മളെ നടത്തുന്ന എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ആ സമയത്തേക്ക്. ഓക്കെ. പിന്നെ എക്സാം ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്. ടെസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഓക്കെ. പിന്നെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. 4 ക്വസ്റ്റ്യൻസ് തരാം. 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. 4 ഓപ്ഷൻസ് ഉണ്ടാകാം. ഈ 4 ഓപ്ഷൻസ് നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. അതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതില് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. രണ്ടാമത്തത് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചാൽ 4 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ശരിയായി വരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യന് 3 ആൻസറുകൾ ഉണ്ട്. 3 ആൻസറുകളും നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്താലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലാതെ നിങ്ങൾ 2 എണ്ണം മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാർക്ക് അവർ തരില്ല. 3 ആൻസർ ഉണ്ടെങ്കിൽ അത് 3 നിങ്ങൾ മാർക്ക് ചെയ്യണം. 2 എണ്ണം മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. പക്ഷെ ഇതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇൻ സെൻസ് നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. മാർക്ക് ഒന്നും ലോസ് ആവില്ല. മൾട്ടിപ്പിൾ ചോയ്സിന്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾ അറിയാണ്ട് തെറ്റ് മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളെ മാർക്ക് ലോസ് ആവും. മൾട്ടിപ്പിൾ സെലക്ട് പക്ഷേ നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മാർക്ക് ഇൻ കേസ് അത് തെറ്റാണെങ്കിൽ ലോസ് ആവില്ല. നിങ്ങൾക്ക് അത് ഷുവർ ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. മൾട്ടിപ്പിൾ ചോയ്സ് വരുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ്. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് പേടിക്കൊന്നും വേണ്ട. നമ്മൾ കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്, സ്ക്രീനിൽ അവൈലബിൾ ആണ്. കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് അവർ പറയുന്ന ഡെസിമൽ അപ് ടു വിച്ച് ഡെസിമൽ പോയിന്റ്സ് അവരെ സ്പെസിഫൈ ചെയ്യും. ആ ആൻസർ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് ആൻസർ 2.323 മുതൽ 2.34 വരെ അതിന്റെ ഇടയിലുള്ള ഏത് റേഞ്ചിൽ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ കൊടുക്കും. ഇനി സബ്ജക്ട്സ് നമ്മൾ ഫിസിക്സിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് ഫിസിക്സ് മാത്രം മതി. പിന്നെ ഓക്കെ. ഇനി ടോട്ടൽ ക്വസ്റ്റ്യൻസ് 60 ടോട്ടൽ മാർക്ക് 3. ഓക്കെ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 30 എണ്ണം ഉണ്ടാകും. ആ 30 എണ്ണത്തില് 4 ചോയ്സസ് ഉണ്ടാകും, വിത്ത് 1 കറക്റ്റ് ആൻസർ. ഇനി മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് 4 ചോയ്സ് ഉണ്ടാവും, 1 or more കറക്റ്റ് ആൻസേഴ്സ്, വിത്ത് 1 or more കറക്റ്റ് ആൻസേഴ്സ്. ദാറ്റ് ഈസ് 10 ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ. ഇതിന് ചോയ്സുകൾ ഉണ്ടാവില്ല. സോ ടോട്ടൽ 60 ക്വസ്റ്റ്യൻ. 10 MCQ. ഈ 30 MCQല് 10 MCQ 1 മാർക്കിനായിരിക്കും, 20 MCQ 2 മാർക്കിനായിരിക്കും. 30 MCQ ഉണ്ടെന്ന് പറഞ്ഞു. 30 MCQ, 10 MSQ, 20 ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ്. ആ 30 MCQല് തന്നെ 10 MCQ 1 മാർക്കിനായിരിക്കും. അത് റിലേറ്റീവ്ലി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും.
ഓക്കെ. അതിൽ 1/4 നെഗറ്റീവ് ആണ്. ഇനി 20 MCQ 2 മാർക്കിന്. സോ 10+40 50 മാർക്ക് MCQ മാത്രമാണ്. ആ MCQ കംപ്ലീറ്റ്ലി കിട്ടില്ല. MCQ കിട്ടിയാൽ തന്നെ നമ്മൾ IIT കയറി എന്ന് പറയും. കംപ്ലീറ്റ്ലി കിട്ടുവാണ്, കംപ്ലീറ്റ്ലി കിട്ടില്ല. ഓക്കെ. ഇനി 10 MSQ 2 മാർക്ക്. അപ്പൊ എത്രയായി? ടോട്ടൽ 70 മാർക്ക്. ഇനി ബാക്കി 30 മാർക്ക്. 10 ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെ, 10 ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ 2 മാർക്ക്. ഇതാണ് പാറ്റേൺ, ഇതാണ് വെയിറ്റേജ്. ഇനി മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻസിനെ കുറിച്ച് നമ്മള് എന്താ, നമുക്ക് ഇനീഷ്യലി ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും. നമ്മൾ ഈ സബ്ജക്റ്റ് എടുത്തിട്ട് ടോപ്പിക്സ് എടുത്തിട്ട് ഈ ടോപ്പിക്സിൽ ഏതെങ്കിലും ഒരു 5 ടോപ്പിക് ആദ്യം സെലക്ട് ചെയ്യാം. 5 ടോപ്പിക് ആദ്യം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ 5 ടോപ്പിക് നല്ല ഡെപ്ത് പഠിക്കാം. ഞാൻ പറഞ്ഞു അതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ടോപ്പിക് മാത്തമാറ്റിക്കൽ ഫിസിക്സ്. പിന്നെ ഞാൻ പറയുന്നത് എപ്പോഴും എന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് പോവുക. ഓക്കെ. ക്ലാസിക്കൽ മെക്കാനിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, അതൊന്നും ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ്, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ടോപ്പിക്സ് ആണ്. പിന്നെ നമ്മൾ ഇപ്പൊ തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, നമുക്ക് ഓൺലൈനിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ എല്ലാം നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. ഞാൻ പറയുന്ന മെയിൻ ആയിട്ടുള്ള ടെക്സ്റ്റ് വായിക്കരുത് എന്നല്ല, ചില കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള ടെക്സ്റ്റ് നോക്കേണ്ടി വരും. എങ്കിൽ കൂടുതൽ മെയിൻ ടെക്സ്റ്റ് ബുക്കിന്റെ മുകളിൽ ഓവർ സമയം പോക്കി കഴിഞ്ഞാൽ നമ്മൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഉള്ള ഭാഗത്തേക്ക് നമുക്ക് കൂടുതലായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യുക, ക്വസ്റ്റ്യൻ സോൾവിങ് എബിലിറ്റി ആണ്. അത് നിങ്ങൾ IIT ജാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും നിങ്ങളെ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. അല്ലാതെ നിങ്ങളെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ള രീതിയല്ല അവിടെ. ഓക്കെ. യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു, അവിടെ നല്ല മാർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ കോളേജുകളിൽ MSc ചെയ്യാൻ പറ്റില്ല എന്നല്ല. പക്ഷെ അതിനേക്കാൾ എത്രയോ എത്രയോ മേലെയാണ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MSc ചെയ്യുന്നത്. നിങ്ങളുടെ ഭാവി തന്നെ മാറിപ്പോകും അവിടെ പഠിച്ചു കഴിഞ്ഞാൽ. അതിൽ നിന്നും നിങ്ങൾ പിന്നീട് CSIR JRF മേലോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhD ചെയ്യാം, ഒരു റിസർച്ച് പൊസിഷൻ, അല്ലെങ്കിൽ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റി പൊസിഷൻ, നിങ്ങളൊരു ഫാക്കൽറ്റി ആയിട്ട് കയറണം. കോളേജുകളിൽ പഠിപ്പിക്കാൻ അർഹത ഉണ്ടാവണം. അതിന് CSIR നെറ്റ് ക്രാക്ക് ചെയ്യണം. അതിനൊക്കെ ഈ നെറ്റിന്റെ സിലബസ് എടുത്തു നോക്കിയാൽ അതിന്റെ ഏറ്റവും ബേസിക്സിൽ വരുന്ന സിലബസ് ആണ്. അതിന്റെ ഏറ്റവും പ്രൈമറി സ്റ്റേജ് എന്ന് പറഞ്ഞു വരുന്നതാണ് IIT ജാമിന്റെ സിലബസ്. ഞാൻ എപ്പോഴും നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് പറയാറുണ്ട്, IIT ജാമിന്റെ സിലബസ് നിങ്ങൾ ആദ്യം ഒന്ന് പഠിക്കാം, എന്നിട്ട് CSIR നെറ്റിന്റെ സിലബസ് എടുത്ത് പഠിക്കാം. കാരണം IIT ജാമിന്റെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് CSIR സിലബസ് ബേസ് ഡെവലപ്ഡ് ആയി എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇനി അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ മാക്സിമം ടോപ്പിക് എന്ത് ചെയ്യാം, കിട്ടാവുന്ന എല്ലാ സോഴ്സുകളും കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് PDF മെറ്റീരിയൽസ് ഉണ്ടാവും, നിങ്ങളുടെ BSc നോട്ട്സുകൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. ഒരു മിനിറ്റ്. ഓക്കെ. കേൾക്കുന്നില്ല? കേൾക്കുന്നില്ല.
അപ്പൊ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക. ഏത് നിങ്ങളുടെ ബി എസ് സിയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെച്ച നോട്ടുകൾ കാര്യങ്ങൾ. കാരണം ചില ആൾക്കാർ പല രീതിയിലായിരിക്കും. ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിക്ക് പല ആൾക്കാർ നോട്ടുകൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ച നോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി എടുത്ത് വായിച്ച് നോക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം. നമ്മൾ ഡെറിവേഷൻസ് കൂടുതൽ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. നിങ്ങൾ ഓരോ ഇക്വേഷൻസും ഓരോ ടോപ്പിക്കുകൾ പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി വെക്കുക. ഷോർട്ട് നോട്ടുകൾ ഇപ്പോഴും ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചം നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത നോട്ടുകളാകും. അത് എപ്പോഴും നമുക്ക് നല്ലതാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്നും നമ്മൾ എഴുതി വെക്കണ്ട. അത് ഓൾറെഡി നമ്മൾ മനസ്സിലുണ്ടാക്കണം. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നമുക്ക് എപ്പോഴും മറന്നു പോകുന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ്, അല്ലെങ്കിൽ ഒരു 2x2 മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ, ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ. അതുപോലെ 3x3 മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ. ഓക്കെ, അതൊക്കെ പഠിക്കാനുള്ള എളുപ്പ വഴികൾ നമ്മൾ പറഞ്ഞു തരും. എങ്കിൽ കൂടിയിട്ട് നിങ്ങൾ അതൊക്കെ എപ്പോഴെപ്പോഴും ഇങ്ങനെ എടുത്ത് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ജക്കോബിയൻ കാണാനുള്ള എളുപ്പ വഴി. കോംപ്ലക്സ് നമ്പേഴ്സിൽ ഓരോ ഫോർമുലാസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ ഇൻ കോംപ്ലക്സ് പ്ലെയിൻ, അതൊക്കെ നമ്മൾ എപ്പോഴെപ്പോഴും എന്ത് ചെയ്യുക, ഒരു ചെറിയ ചെറിയ നോട്ട്സുകളായിട്ട് ഇങ്ങനെ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ സബ്ജക്ട് കഴിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ സബ്ജക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്കിലേക്ക് കയറുമ്പോൾ, ഇപ്പൊ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് കഴിഞ്ഞിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിലേക്കോ ക്ലാസിക്കൽ മെക്കാനിക്സിലേക്കോ കയറുന്ന സമയത്ത് നമ്മൾ വീണ്ടും ആ പ്രൊസീജിയർ തുറന്നുകൊണ്ടിരിക്കണം. ഓരോ ടോപ്പിക്കിനും നമ്മൾ വ്യക്തമായിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ നിങ്ങൾ ബേസിക്കലി ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. എന്താ IIT ജാമിന്റെ ടോപ്പിക് വൈസ് ബുക്സ് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ബുക്സ്, ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ തിയറി ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ പറയുന്നത്. എന്ത് ചെയ്യാം, ഓക്കെ. അപ്പൊ നമ്മൾ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആയിരുന്നു പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്തായാലും മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളും തരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ സബ്ജക്ട് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കാം. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കാം. അപ്പൊ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒറ്റയടിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അത് റൗണ്ട് ചെയ്ത് വിടുക. എന്നിട്ട് വീണ്ടും രണ്ടാമത്തെ തവണ നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ ജനറൽ നിങ്ങളാണെങ്കിൽ ആരാണെങ്കിലും എനിക്ക് മറന്നു പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, വീണ്ടും 2 മാസം കഴിഞ്ഞിട്ടോ 3 മാസം കഴിഞ്ഞിട്ടോ വീണ്ടും ആ ടോപ്പിക്കിലേക്ക് വരും, വീണ്ടും അത് റിവൈസ് ചെയ്യും. അപ്പൊ ആദ്യത്തെ തവണ എനിക്ക് റിവൈസ് ചെയ്യാൻ 2 മണിക്കൂർ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ തവണ എനിക്ക് റിവൈസ് ചെയ്യാൻ 1 മണിക്കൂർ മതി. അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് റിവിഷൻ എന്തായാലും മസ്റ്റാണ് നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചത് രണ്ടാമതോ മൂന്നാമതോ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരാം. അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു, റിലേറ്റിവിറ്റിയിലൊക്കെ എപ്പോഴും സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു തവണ ചെയ്താൽ ചിലപ്പോൾ അത് കുറേ സമയം എടുക്കും. രണ്ടാമത്തെ തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് ഓൾറെഡി ഞാനിത് ചെയ്തതാണല്ലോ, അപ്പൊ ഈ മെത്തേഡ് എനിക്ക് അറിയാലോ. അപ്പൊ അതിന്റെ ഒരു മിനിറ്റ്. ഓക്കെ, ചാറ്റില് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നേഹ സർ, CUET സിലബസ് കൂടി പറയാമോ? ജാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് CUET ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും ഞാൻ പറയുന്നത്, ജാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ട് CUET ക്രാക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിരിക്കും. അല്ല, കേൾക്കുന്നില്ലേ? ഓക്കെ,
ഓക്കെ, ഒരു ജാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ CUET സുഖമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ CUETയിലെ സിലബസ് കമ്പാരിറ്റീവ്ലി ജാമിനേക്കാൾ എളുപ്പമാണെന്നേ ഞാൻ പറയുള്ളൂ. ഏറ്റവും എളുപ്പമുള്ള ഒരു മിനിറ്റ്. ഓക്കെ, ജാമിനേക്കാൾ എളുപ്പമാണ്. കാരണം അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ബേസ് ലെവൽ ചോദ്യങ്ങളാണ്. വളരെ ബേസ് ലെവൽ ചോദ്യങ്ങളാണ്. ഈ IIT ജാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചും കൂടി ടഫ് ആയിട്ട് വരുന്നത്. IIT ജാമിന്റെ ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി CUETനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് നല്ല ടഫാണ്. അതുകൊണ്ടാണ് ഞാൻ IIT ജാം കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു IIT ജാമിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി CUETന്റെ സിലബസുകളും കവർ ചെയ്ത് പോകും. ഓക്കെ, ഇപ്പൊ IIT ജാം ഇപ്പം IIT ജാം കഴിയുമ്പോൾ പല കുട്ടികളും പല എന്താ ചിലവർക്ക് IIT ജാം ക്രാക്ക് ചെയ്യാത്ത ഒരു അവസ്ഥ വരുന്ന ആൾക്കാരെ പോലും CUET സുഖമായിട്ട് ക്വാളിഫൈ ചെയ്ത് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. CUET ഏറ്റവും എന്താ പറയാ ബേസ് ലെവൽ ചോദ്യങ്ങളാണ്. IIT ജാമിനെ പോലെ അത്ര ബുദ്ധിമുട്ടുള്ള അല്ല, ഇൻ ജനറൽ അല്ല. ഞാൻ എവിടെയൊന്നും പറഞ്ഞ നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ റിവൈസ് ചെയ്യുന്ന കാര്യം. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും പറ്റുവാണെങ്കിൽ എപ്പോഴും എന്താ ഒരു കമ്പനി ഉണ്ടെങ്കിൽ, നമുക്കൊരു കമ്പാനിയൻ ഉണ്ടെങ്കിൽ എപ്പോഴും സുഖമാണ്. ചില കൂടുതൽ ഡിസ്കസ് ചെയ്ത് പഠിക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ എന്തായാലും ഞങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഞങ്ങളോടൊപ്പം ഇൻ ജനറൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇടുകയാണെങ്കിൽ, നിങ്ങൾക്ക് കിട്ടേണ്ട ക്വസ്റ്റ്യൻസ് തരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങളെ എപ്പോഴും എന്താ നമ്മളെ ഈ ഗ്രൂപ്പിൽ ഒരു മെന്റർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട രീതികൾ ഇതൊക്കെയാണ്. ഇനി ഞാൻ ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് പറയാം. അപ്പം IITs 21 IITs ഉണ്ട്. ഇത്രയും IITs ഉണ്ട് ഇന്ത്യയിൽ. അതിൽ ഏറ്റവും ഞാൻ ആദ്യം എല്ലാ IIT ഈ ഒരു ടോപ്പ് 5 IIT ഉണ്ട്. IIT മദ്രാസ്, IIT ഡൽഹി, IIT ബോംബെ, IIT ഖരഗ്പൂർ, IIT കാൺപൂർ. ഈ IITs ഒക്കെ കഴിഞ്ഞാൽ തന്നെ പിന്നെ വരുന്നത് NIT ട്രിച്ചി, NIT വാറങ്കൽ. NITസിനായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ ടോപ്പ് 5 NIT അല്ലെങ്കിൽ ടോപ്പ് ആദ്യത്തെ ഒരു 10 വരുന്ന IITകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ NITകൾക്കാണ് കുറച്ചും കൂടി പ്രിഫറൻസ്. കാരണം ഈ പുതുതായിട്ട് വന്ന IITകൾ അത്ര അഡ്വാൻസ്ഡ് അല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എങ്കിൽ കൂടിയിട്ട് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ IISc കയറണം. IISc കയറിയ ഓൾറെഡി നിങ്ങൾ രക്ഷപ്പെട്ടു. IIT മദ്രാസോ IIT ബോംബെയോ ഒക്കെ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു IITian ആണ് അല്ലെങ്കിൽ ഒരു NITian ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു വാല്യൂ ഉണ്ടാകും. നിങ്ങൾ സാധാരണ ഒരു എന്താ പറയാ ഒരു നിങ്ങളൊരു സാധാരണ ഒരു കോളേജ് പഠിക്കുന്നതിനേക്കാൾ എത്രയോ വാല്യൂ ആണ് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ വരെ. നിങ്ങൾ ഏത് ജോലിക്കാണെങ്കിലും നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ IIT നിന്നാണ് നിങ്ങളെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ NIT നിന്നാണ് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു വാല്യൂ. പിന്നീട് നിങ്ങൾ IITയോ NITയോ പോലുള്ള സ്ഥാപനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പിയർ ഗ്രൂപ്പും അതുപോലെ തന്നെ ലെവലുള്ള ആൾക്കാരായിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചിന്താഗതിയും അതുപോലെ തന്നെയായിരിക്കും. നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പഠനത്തിൽ അല്ലെങ്കിൽ ഞാനൊക്കെ ഓരോ കാര്യങ്ങൾ അറിയുന്നത് തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും അല്ലെങ്കിൽ കൂടുതൽ ഇതിന്റെ ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ഏരിയാസ് ഏതൊക്കെയാണ് ഇപ്പൊ കറന്റ്ലി 10-20 കൊല്ലം കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മൊത്തം അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം മൊത്തം ക്വാണ്ടം കമ്പ്യൂട്ടേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ സയൻസ് രംഗത്ത് നടക്കുന്ന അല്ലെങ്കിൽ ടെക്നോളജി രംഗത്ത് നടക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുമ്പോഴാണ്. അവിടെ നിരവധി സെമിനാറുകൾ നടക്കും. അപ്പോഴൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമുക്കൊരു സാധാ കോളേജ് പഠിച്ചാൽ ഒരിക്കലും കിട്ടില്ല. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മളും ചിന്താഗതി അങ്ങനെ ആവുകയും ചെയ്യും. നമ്മൾ അതിലെ ടോപ്പിൽ എത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും എന്താ പറയാ നമ്മളെപ്പോഴും പ്രിഫറൻസ് കൊടുക്കേണ്ടത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദി ബെസ്റ്റ്. ഡൽഹി ഡൽഹി യൂണിവേഴ്സിറ്റി അതും ബെസ്റ്റ് ആണ്. അങ്ങനെ പഞ്ചാബ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ ഉണ്ട്. ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ഉണ്ട്.
അതൊക്കെ ഏറ്റവും ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, IIT അല്ലെങ്കിൽ NIT. NIT ടോട്ടൽ ആക്ച്വലി 32 ഉണ്ട്, എക്സെട്ര ആണ്. എങ്കിലും കൂടിയിട്ട് നമ്മളിപ്പോ NIT ഇത്രയും NIT IIT ജാമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ IIT NIT സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദിസ് IIT ജാം എക്സാമിനേഷൻ ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ CUET എക്സാമിനേഷൻ വഴി. ഓക്കെ, അപ്പൊ നമ്മളെ എന്തുകൊണ്ടാണ് IIT ജാം കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. നമ്മൾ ആദ്യം IIT ജാമിന് വേണ്ടിയിട്ട് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ IIT ജാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി CUET PG ഉണ്ടാവും. CUET PG നിങ്ങൾക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഒരു NIT പ്രിഫറൻസ് എടുക്കുന്നതിനേക്കാൾ ബെറ്റർ ഞാൻ പറയുന്നു ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നുള്ള ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അല്ല എന്നുള്ള ഒരു കാര്യം എനിക്ക് ഉണ്ട് പേഴ്സണലായിട്ട് ഉണ്ട്. കാരണം IIT ചില കാര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ IIT NIT ഫീസ് കൂടുതലാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി കമ്പാരിറ്റീവ്ലി ആ കാര്യങ്ങളിൽ ബെറ്റർ ആണ് ഫീസിന്റെ കാര്യത്തിലൊക്കെ. ഓക്കെ, പക്ഷെ എങ്കിൽ കൂടെ നമ്മള് ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എയിം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എയിം ചെയ്യണം നിങ്ങൾ. ഓക്കെ, ഇനി ഫർദർ ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഇന്ററാക്ട് ചെയ്യാം. നിങ്ങൾ ധൈര്യമായിട്ട് ഇന്ററാക്ട് ചെയ്തു. ഒന്നും പേടിക്കാനൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, പറഞ്ഞു. അല്ലെങ്കിൽ ചാറ്റിൽ ഇട്ടാലും ഇത് എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്. ഹലോ, ആരെങ്കിലും സുഹൃത്തുക്കളെ ചോദിച്ചോ ധൈര്യമായിട്ട്. ആർക്കെങ്കിലും നിങ്ങൾക്ക് ചോദിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം സമയമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് IIT ജാം പരീക്ഷ എങ്ങനെ. IIST അഡ്മിഷനും ജാം എക്സാമും ആണോ CUT ആണോ എഴുതുന്നത്? IIST അഡ്മിഷൻ, അബൈ സർ, IIST അഡ്മിഷനെ പറ്റിയിട്ട് പറയാനുണ്ടോ? ഐ തിങ്ക് IIST ഇവരെ IISc ആണോ ചോദിച്ചത്, IIST ആണോ ചോദിച്ചത്? ഞാൻ ആദ്യം IISc എക്സാമിനേഷൻ, ഞാൻ ആദ്യം IISc ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ആ IIScയിലേക്കുള്ള എക്സാമിനേഷൻ ജാമിലെ ഏറ്റവും ടോപ്പ് റാങ്ക് വന്നാൽ നമുക്ക് കിട്ടും. IISc അത് ഇന്റഗ്രേറ്റഡ് MSc PhD ആയിട്ടുള്ള കോഴ്സാണ്. ഓക്കെ സാർ, അനന്യ പ്രകാശ് അത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് സാർ, MSc PhD ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ഇല്ലേ, അതിനെപ്പറ്റി പറയാവോ? ഓക്കെ, അത് IIScയിലുണ്ട്. അതെന്ന് വെച്ചാൽ നിങ്ങൾ ജാമിന്റെ അകത്ത് ആദ്യം 10-20 വന്നു കഴിഞ്ഞാൽ കയറാൻ പറ്റും. പിന്നെ IISc എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി, അത് സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാം, അത് ജാമിൽ എടുക്കുന്നതല്ല. ഓക്കെ, ഈ ജസ്റ്റ് എന്നാണ് അത് എടുക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് വേണം. ഓക്കെ, ആ കാര്യം ഞാൻ ഒന്ന് കൺഫേം ചെയ്ത് പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് IIScയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. അത് ജസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും നിങ്ങളെ സംശയം. ആൻഡ് ഇന്റഗ്രേറ്റഡ് MSc ആയിട്ടുള്ള കോഴ്സുകൾ അത് IIScയിലാണ് ജാമ വഴി കിട്ടുന്നത്. ഓക്കെ, അത് നിങ്ങൾ ജാമിലെ അത്യാവശ്യം നല്ല റാങ്ക് മേടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 10-20 വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് PhD കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നീട് ഐസറിലും ഇന്റഗ്രേറ്റഡ് MSc PhD കോഴ്സുകളുണ്ട് ഐസറിൽ. പക്ഷെ ഞാൻ എപ്പോഴും MSc കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് MSc സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നതിനെ കുറിച്ച് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഐസറിൽ MSc ഉണ്ട്. ഐസർ സെപ്പറേറ്റ് ആയിട്ട് എക്സാം നടത്തിയിട്ട് MSc ഉണ്ട്. പക്ഷേ ഐസറിലാണ് ഇന്റഗ്രേറ്റഡ് MSc PhD കോഴ്സുകൾ. അത് ഐസറിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാം നിങ്ങൾ എഴുതാം. ഓക്കെ, എന്താ എന്താ ഞാൻ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളെ ഞാൻ പൊതുവേ എന്റെ ഭാഗമാണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് കാരണം ചില ചില സമയത്ത് നമ്മൾ റിസർച്ചുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ
നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ലാത്തപ്പോൾ നമുക്ക് ചിലപ്പോൾ ചടപ്പ് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചിറങ്ങേണ്ടി വരും. പക്ഷെ അപ്പൊ ഈ MSc സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല. യു ആർ ഓൺലി വിത്ത് BSc. പിന്നെ അതാണ് നമ്മളിപ്പോ MSc പഠിച്ചു കഴിഞ്ഞിട്ട് ഇന്റഗ്രേറ്റഡ് കോഴ്സിന് MSc പഠിച്ചു കഴിഞ്ഞിട്ട് PhDക്ക് ജോയിൻ ചെയ്യാൻ ഉള്ള ഒരു സജഷൻ പറയാനുള്ള കാരണം അതാ. ഓക്കെ, വേറെ എന്തെങ്കിലും എനിത്തിങ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാട്ടോ. എന്തുണ്ടെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം, നമ്മള് എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കാം. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവര് അതിൻ്റെ ഇടയിൽ ചോദിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ബാച്ചിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. സെറയിൽ നമ്മൾ ഇപ്പൊ തന്നെ ഫിസിക്സിന്റെ ബാച്ച് ലോഞ്ച് ചെയ്യാം. സർ, ടീച്ചിങ് ഫീൽഡിലേക്ക് പോകുമ്പോൾ IIT-യിൽ പഠിച്ചാൽ ബെനിഫിറ്റ്സ് ഉണ്ടോ? തീർച്ചയായിട്ടും ബെനിഫിറ്റ്സ് ഉണ്ട്. IIT-യിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോ ഏത് ടൈപ്പ് ടീച്ചിങ് ആണ് ആലോചിക്കുന്നത്? ഇപ്പം നമ്മളിപ്പോ ഫിസിക്സിലാണെങ്കിലും ഇപ്പം ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, കോളേജ് ലെവല് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി ഒക്കെ ഗവൺമെന്റ് ജോലി നോക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെ MSc പഠിച്ചു കഴിഞ്ഞാലും എന്താ പറയാ, BEd കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ PSc എഴുതാം. നിങ്ങൾ എവിടെ പഠിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല, നിങ്ങൾ അറിവനുസരിച്ചിരിക്കും. ഇൻ കേസ് കേരള ഗവൺമെന്റിന്റെ PSc വഴി കോളേജുകളിലേക്ക് കയറാനുള്ളതാണെങ്കിൽ നിങ്ങൾ എവിടെ പഠിച്ചു കഴിഞ്ഞാലും ഓക്കെ ആണ്. അതിൽ നിങ്ങൾക്ക് വേണ്ടത് CSIR നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ള ഒരൊറ്റ ക്രൈറ്റീരിയ മാത്രമാണ്. നേരെ മറിച്ച് നിങ്ങളിപ്പം ടീച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു യൂണിവേഴ്സിറ്റി സെന്ററിൽ, അല്ലെങ്കിൽ നിങ്ങൾ NIT-കൾ, IIT-കൾ എന്ന് പറഞ്ഞ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ IIT പഠിച്ചാൽ ബെനിഫിറ്റ് ഉണ്ട്. ബിക്കോസ് അവിടെ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് നിങ്ങളെ ജോലിയിലേക്ക് എടുക്കുന്നത്. മറ്റേത് കംപ്ലീറ്റ്ലി യൂണിവേഴ്സിറ്റി സെന്ററുകള്, NITs, IITs പോലുള്ള ഒരു ഇന്റർവ്യൂ ആണ്. മറ്റേത് സാധാരണഗതിയിൽ PSc മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിൽ റാങ്ക് ലിസ്റ്റിൽ ആദ്യം അവസാനം വരുന്ന ആൾക്കാർ ആണ് കയറി പോവുക. അതിൽ നിങ്ങൾ IIT-യിൽ പഠിച്ചാലും ഏത് കോളേജിൽ പഠിച്ചാലും നിങ്ങളുടെ മാർക്ക് എങ്ങനെയാണോ, നിങ്ങൾ PSc-യിൽ എങ്ങനെയാണോ മാർക്ക് സ്കോർ ചെയ്തത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ സാധാരണ കോളേജുകളിലാണെങ്കിലും സാധാരണ ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണെങ്കിലും നിങ്ങളുടെ നിങ്ങൾ ഒരു ടീച്ചറായിട്ട് കയറേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് നിങ്ങളെ PSc റാങ്കും PSc മാർക്കും. നേരെ മറിച്ച് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ IIT-യിലാണ് MSc കഴിഞ്ഞത്, അല്ലെങ്കിൽ IIT-യിലാണ് PhD കഴിഞ്ഞത്, IISc-യിലാണ് PhD കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുൻഗണന അവർ തരും. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു കോളേജിൽ ഗസ്റ്റ് പോസ്റ്റിന് പോലും നിങ്ങൾ പോവുകയാണെങ്കിൽ, നിങ്ങൾ IIT-യിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ പോലും അവരാദ്യം നിങ്ങളുടെ സെലക്ട് ചെയ്തിട്ടേ ബാക്കിയുള്ള ആൾക്കാരെ നോക്കുള്ളൂ. സാധാരണ കോളേജ് പഠിച്ച ആൾക്കാരെ പോലും അവർ പ്രിഫർ ചെയ്യും. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്? അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ NIT കാലിക്കറ്റിന്റെയോ അല്ലെങ്കിൽ IIT മദ്രാസിന്റെയോ ഫാക്കൽറ്റി ലിസ്റ്റ് എടുത്ത് നോക്കുക, ഓരോ ഫാക്കൽറ്റീസിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഉള്ളവര് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ IITians ആയിരിക്കാം, IISc-യിൽ PhD ചെയ്തവരായിരിക്കാം. ഓക്കെ, അല്ലാതെ ഓക്കെ ഓക്കെ സാറേ. സുഹൃത്തുക്കളെ, അപ്പോൾ സെറയുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ ആഴ്ച തന്നെ, ഈ വരുന്ന ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ഒരു ബ്രേക്ക് ഡൗൺ സെഷൻ കൂടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് എങ്ങനെയാണ് ഈ 60 ചോദ്യങ്ങൾ ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് 2024 ചോദ്യപേപ്പർ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ സെഷൻ. അതിൽ ഇന്നത്തെ സെഷനിൽ പങ്കെടുത്തവർ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടെ വിളിച്ചു കൊണ്ടുവരിക. നമ്മുടെ ആ സെഷൻ വളരെ മനോഹരമായിട്ട് അഭയ് സാറും അതുപോലെ നമ്മുടെ ഫാക്കൽറ്റി പാനൽ മുഴുവൻ ഇരുന്ന് അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരും. എന്തൊക്കെയാണ്, ഏതൊക്കെ സെഷനാണ്, ഏതൊക്കെ പാഠഭാഗത്തു നിന്ന് വന്നിട്ടുള്ളതാണ്, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അതിലൊരു സംശയവും വേണ്ട. അതുപോലെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഈ ഒരു സെഷനിൽ നല്ലൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്ത് ഈ പഠന മേഖലയുമായി ബന്ധപ്പെട്ട്, ഇനി IIT JAM, CUT, PG എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ പഠന മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. ആ കോൺടാക്ട് നമ്പർ ഗ്രൂപ്പിലുള്ള അഡ്മിൻ പാനലിലുള്ള ആരുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട IIT JAM, CUT, PG-ന്റെ
എല്ലാ പരീക്ഷകളും ഇൻവോൾവ് ചെയ്യുന്ന കോച്ചിങ്ങിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബന്ധപ്പെടുക. അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ ഇനിയുള്ള ഒരു വർഷക്കാലം കംപ്ലീറ്റ് ആയിട്ട് സിലബസ് പഠിച്ചു പോയി ഫുൾ പ്രോബ്ലം സോൾവ് ചെയ്യിപ്പിച്ച് പരീക്ഷ വരുന്ന വർഷം 2026 ഫെബ്രുവരിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ സമാധാനത്തോടുകൂടെ നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിൽ നിങ്ങളെ പഠിപ്പിച്ചു വിടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. 8500 രൂപയാണ് കോഴ്സിന്റെ ഫീസ് വരുന്നത്. അത് നിങ്ങൾ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ ഏത് നിമിഷം വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. മറ്റു പഠനവുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഡൗട്ടിനും ഏത് അർദ്ധരാത്രിക്കും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. അതിൽ ആരും യാതൊരു മടിയും കാണിക്കരുത്. കാരണം നിങ്ങൾ ബാച്ചിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഫിസിക്സ് പഠിക്കുന്ന ഒരാൾ വെറും കൈയോടെ നടക്കാൻ വേണ്ടി പാടില്ല എന്നതാണ് സെറ ഐഡിയലി ചിന്തിക്കുന്ന ഒരു കാര്യം. അതെങ്ങനെയും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് സെറ കഴിഞ്ഞ 1.5-2 വർഷക്കാലമായി നിങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളെ ഫ്രണ്ട്സിനെ കൂടെ അറിയിക്കുക ഈ കാര്യങ്ങളൊക്കെ. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഏകദേശം 1.5 മണിക്കൂറോളം അബൈ സാറ് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും പങ്കെടുത്തതിന് വളരെയധികം നന്ദി. അബൈ സാറിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ട്? ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. CUT IIT ഡിഫറെന്റ് ബാച്ചസ്. ബേസിക്കലി IIT ബാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബാച്ചിൽ IIT JAM, CUT PG അതേപോലെ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ എൻട്രൻസ് കൂടെ ഉൾപ്പെടുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ CUT ചിലപ്പോൾ അബൈ സാർ പറഞ്ഞിട്ടുണ്ടാവും, CUTന്റെ കമ്പാരിറ്റീവ്ലി ലോ ക്വസ്റ്റ്യൻ, അതായത് അതിന്റെ ക്വസ്റ്റ്യന്റെ ഡെപ്ത് കുറവായിരിക്കും എന്നുള്ള തരത്തിൽ അബൈ സാർ പറഞ്ഞതുകൊണ്ടായിരിക്കും നേഹയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവുക. അതായത് നിങ്ങൾ ഏറ്റവും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഏറ്റവും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് എളുപ്പമായിട്ട് മറ്റുള്ള ചോദ്യങ്ങൾ മാറുന്നത്. അതുകൊണ്ട് IIT JAM ബാച്ച് തന്നെ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. CUT PG നിങ്ങൾ ക്രാക്ക് ചെയ്യും. ഓക്കെ. പക്ഷെ IIT JAM ക്രാക്ക് ചെയ്താൽ കിട്ടുന്ന എക്സ്പോഷർ വേറെയാണ്, CUT PG ക്രാക്ക് ചെയ്താൽ കിട്ടുന്ന എക്സ്പോഷർ വേറെയാണ്. രണ്ടും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുന്നു. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം എന്തായാലും. അത് നേഹയ്ക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നേഹ എന്തായാലും കോൺടാക്ട് ചെയ്യും, നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു അബൈ സർ. താങ്ക് യു ഓൾ ദ പാർട്ടിസിപ്പൻസ് ഫോർ അറ്റൻഡിങ് ദ സെഷൻ. ഇന്നത്തെ സെഷൻ നല്ലതായിരുന്നെങ്കിൽ ഒരു S ഒന്നിട്ടാവോ?